2025 സെപ്റ്റംബർ 11 സിറാജ് എഡിറ്റോറിയൽ. ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണവും അറബ് ലോകവും. അറബ് ലോകത്തെ വീണ്ടുവിചാരത്തിന് പ്രേരിപ്പിക്കേണ്ടതാണ് ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണവും ലോകരാഷ്ട്രങ്ങളുടെ അതിനോടുള്ള പ്രതികരണവും. പരമാധികാര രാഷ്ട്രവും അമേരിക്കയുടെ സുഹൃദ് രാജ്യവുമായ ഖത്തറിൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രായേൽ ബോംബ് വർഷിച്ചിട്ടും ഒഴുക്കൻ മട്ടിൽ അപലപിച്ചതല്ലാതെ അതിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശത്രുരാജ്യത്തിലേക്കല്ലാതെ മിസൈൽ തൊടുത്തുവിടുകയോ ബോംബുകൾ വർഷിക്കുകയോ ചെയ്യാറില്ല ഒരു രാഷ്ട്രവും. അന്താരാഷ്ട്ര യുദ്ധമര്യാദകളുടെ ലംഘനമാണത്. എന്നിട്ടും ഇസ്രായേൽ ഇത്തരമൊരു ധാർഷ്ട്യത്തിനു മുതിർന്നത് അതിൻ്റെ വരുംവരായ്കളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഒരു അറബ് രാഷ്ട്രത്തെ ആക്രമിച്ചാൽ ഒന്നും സംഭവിക്കാനില്ലെന്നു മനസ്സിലാക്കി തന്നെയാണ് ഖത്തറിലേക്ക് അവർ മിസൈൽ തൊടുത്തുവിട്ടത്. ഖത്തർ ഇറാനെ പോലെ ഒരു സൈനിക ശക്തിയല്ലാത്തതുകൊണ്ട് തിരച്ചടിക്കു സാധ്യതയില്ല. മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതിഷേധ പ്രസ്താവനകൾക്കപ്പുറം പ്രതികരണമുണ്ടാകില്ലെന്നും ഇസ്രായേലിനറിയാം. അമേരിക്കയാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് സൈനിക സഹായവും പിന്തുണയും നൽകുന്നത്. അറബ് സഖ്യം ചേർന്ന് തിരിച്ചടിക്കു തീരുമാനിച്ചാൽ തന്നെയും അമേരിക്ക പിന്തുണയ്ക്കില്ല. ഫലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് നേരിട്ട് ഇസ്രായേൽ ഇതുവരെ ആക്രമണം നടത്തിയിരുന്നില്ല. ഗൾഫ് നാടുകളുടെ തിരിച്ചുള്ള നിലപാടും സമാധാനപരമായിരുന്നു. നയപരമായി എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അനുരഞ്ജനത്തിൻ്റെ മാർഗമാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചു വന്നത്. ഈ സൗഹൃദാന്തരീക്ഷത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അവിചാരിതമായ ആക്രമണമായിരുന്നില്ല ഇസ്രായേലിൻ്റേത്. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഹമാസിൻ്റെ നേതാക്കൾ ഖത്തറിൽ ഒത്തുകൂടുന്ന സന്ദർഭം മനസ്സിലാക്കി സമ്മിറ്റ് ഓഫ് ഫെയർ എന്ന പേരിൽ ആക്രമണത്തിന് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുകയായിരുന്നു നെതന്യാഹു സർക്കാർ. ഹമാസിൻ്റെ സമുന്നത നേതാക്കളായ ഖലീൽ ഹയ്യ, ഖാലിദ് മിഷ്അൽ, നിസാർ അബ്ദുള്ള, സഹർ ജബൽരീൻ എന്നിവരെയാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമാക്കിയത്. ഈ നേതാക്കൾ താമസിച്ച കെട്ടിടത്തിലായിരുന്നു ബോംബ് വർഷം. ആസൂത്രിതമാണ് ആക്രമണമെന്ന് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു സമ്മതിക്കുകയും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ട പ്രദേശത്തായിരുന്നില്ല. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഖത്തർ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ജനവാസ മേഖലയിലായിരുന്നു ആക്രമണമെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഖത്തറിലെ ഒരു സുരക്ഷാ സേനാംഗവും 2 ഹമാസ് നേതാക്കളുടെ മക്കളുമടക്കം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നെതന്യാഹുവിൻ്റെ സ്വന്തം തീരുമാനമാണ്. അമേരിക്കക്കോ തനിക്കോ ഒരു പങ്കുമില്ലെന്നാണ് ട്രംപിൻ്റെ ഭാഷ്യമെങ്കിലും ട്രംപിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയല്ലാതെ നെതന്യാഹു അതിന് മുതിരുകയില്ലെന്നത് വ്യക്തം. ഖത്തറുമായുള്ള അമേരിക്കൻ ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യമായി മാത്രമേ ട്രംപിൻ്റെ പ്രസ്താവനയെ കാണേണ്ടതുള്ളൂ. അമേരിക്കയെ അറിയിക്കാതെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെങ്കിൽ ട്രംപിനോ അമേരിക്കൻ വക്താക്കൾക്കോ അതിനെതിരെ ഒരു പ്രസ്താവനയെങ്കിലും നടത്താമായിരുന്നു. അതുണ്ടായില്ലെന്നു മാത്രമല്ല, ആക്രമണത്തെ ന്യായീകരിക്കുകയുമായിരുന്നു ട്രംപ്. ഗസയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഹമാസിനെ തകർക്കുകയെന്ന മൂല്യവത്തായ ലക്ഷ്യമായിരുന്നു ആക്രമണത്തിനു പിന്നിലെന്നാണ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. ആക്രമണ വിവരം ഇസ്രായേൽ ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. എതിരാളികളെ കൊല്ലാൻ വിദേശ രാഷ്ട്രങ്ങളിൽ പലപ്പോഴും കാർ ബോംബ് പ്രയോഗം പോലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ചാരസംഘടനയായ മൊസാദെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ജനവാസ കേന്ദ്രത്തിൽ ബോംബിടുന്നത് അപൂർവ സംഭവമാണ്. ഇതിനവർക്ക് ധൈര്യം നൽകിയത് അമേരിക്കയും. ഒരു തിരിച്ചടിക്ക് ശക്തരല്ല ഖത്തറും അറബ് രാഷ്ട്രങ്ങളുമെങ്കിലും അമേരിക്കൻ വിധേയത്വം അവസാനിപ്പിച്ച് സമ്മർദ്ദശക്തിയായി പ്രവർത്തിക്കാൻ അറബ് ലോകം ആർജവം കാണിച്ചാൽ ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നിലപാടിൽ മാറ്റം വരുത്താൻ സാധിക്കും. നിലവിൽ ഇറാൻ ഒഴിച്ച് മുഴുവൻ അറബ് രാജ്യങ്ങളും അമേരിക്കയോട് വിധേയത്വം പുലർത്തുന്നവരാണ്. ഖത്തറിന് അമേരിക്കയുമായി കൂടുതൽ അടുപ്പവുമുണ്ട്.
പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ്. ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് പ്രസിഡന്റ് പദത്തിലേറിയപ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ 3411 കോടിയോളം രൂപ, $40 കോടി വില വരുന്ന വിമാനമാണ് ഖത്തർ ഭരണകൂടം സമ്മാനമായി നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സമ്മാനം. എന്നിട്ടും ഇസ്രായേലിനെ അപലപിക്കുന്നതിനു പകരം ആക്രമണത്തെ പിന്തുണയ്ക്കുകയാണ് ട്രംപ് എന്ന വസ്തുത ഖത്തർ ഉൾപ്പെടെ അറബ് നേതൃത്വത്തെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കേണ്ടതല്ലേ? 1967 അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ നടന്ന 6 ദിന യുദ്ധകാലത്ത് എണ്ണ ഉൽപ്പാദനം വൻതോതിൽ വെട്ടിക്കുറച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയും ഫലപ്രാപ്തി കൈവരിക്കുകയും ചെയ്തിരുന്ന അറബ് കൂട്ടായ്മ, ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം അറബ് ലോകത്തെ അത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചിരുന്നെങ്കിൽ